പ്രഗ്നൻസി ടൂറിസം എന്ന വാക്ക് നമ്മളിൽ പലർക്കും സുപരിചിതമാണ്. എന്നാൽ എന്താണ് പ്രഗ്നൻസി ടൂറിസം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗർഭിണിയായ ഒരു സ്ത്രീ തൻ്റെ രാജ്യത്തിന് പുറത്തുള്ള മറ്റൊരു രാജ്യത്തേക്ക് പ്രസവത്തിനായി മാത്രം യാത്ര ചെയ്യുന്ന രീതിയാണ് പൊതുവായി പ്രഗ്നൻസി ടൂറിസം അല്ലെങ്കിൽ ബർത്ത് ടൂറിസം എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യാത്രകൾ നടത്തുന്നത്. പ്രഗ്നൻസി ടൂറിസത്തിന്റെ പ്രധാന ലക്ഷ്യം കുട്ടിക്ക് ജന്മാവകാശ പൗരത്വം നൽകുന്ന രാജ്യങ്ങളിൽ പ്രസവിക്കുന്നതിലൂടെ ആ രാജ്യത്തെ പൗരത്വം നേടുക എന്നതാണ്. അതായത് ആ രാജ്യത്തിന്റെ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും മാതാപിതാക്കളുടെ പൗരത്വമോ താമസ സ്ഥലമോ പരിഗണിക്കാതെ പൗരത്വം ലഭിക്കും. USA, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ പൗരത്വം ലഭിക്കുന്നതിലൂടെ കുട്ടിക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, തൊഴിലവസരങ്ങൾ എന്നിവ ലഭിക്കുമെന്ന് മാതാപിതാക്കൾ കരുതുന്നു. വിസയില്ലാതെ നിരവധി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ശക്തമായ പാസ്പോർട്ട് ലഭിക്കുന്നത് മറ്റൊരു ആകർഷണമാണ്. ചില രാജ്യങ്ങളിൽ പൗരത്വം ലഭിച്ച കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്ത് അവിടുത്തെ പൗരത്വം നേടാൻ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഈ കാരണങ്ങൾ കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള ചില രാജ്യങ്ങൾ പ്രഗ്നൻസി ടൂറിസം തടയാൻ കർശനമായ വിസ നിയമങ്ങളും പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള കുടിയേറ്റ പൗരത്വ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സങ്കീർണമായ ആഗോള പ്രതിഭാസമാണ് പ്രഗ്നൻസി ടൂറിസം. എന്നാൽ ലഡാക്കിലെ ആര്യൻ വാലിയിൽ പ്രഗ്നൻസി ടൂറിസത്തിന് മറ്റ് അർത്ഥതലങ്ങളുണ്ട്. പുരാണങ്ങൾ, നാടോടിക്കഥകൾ, വംശവിശുദ്ധി തുടങ്ങിയവയുമായാണ് ഈ പദങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡാ, ഹനു, ഡാർച്ചിക്, ബിയാമ, ഗാർക്കോൺ തുടങ്ങിയ ഹിമാലയൻ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ബ്രോക്പാക് സമൂഹം ആര്യന്മാരുടെ നേരിട്ടുള്ള പിൻഗാമികളാണെന്നാണ് കരുതപ്പെടുന്നത്. മറ്റ് ലഡാക്കി സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രോക്പമകൾക്ക് വ്യത്യസ്തമായ സവിശേഷതകളുണ്ട്. ഉയരമുള്ള ശരീരഘടന, വെളുത്ത ചർമ്മം, ഇളം നിറമുള്ള കണ്ണുകൾ എന്നിവ അവരെ വേറിട്ട് നിർത്തുന്നു. ഇവർ അവസാനത്തെ ശുദ്ധ ആര്യന്മാർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയോടൊപ്പം പ്രദേശത്തെത്തിയ സൈനികരുടെ പിൻഗാമികളാണ് ബ്രോക്പമകൾ എന്നാണ് പറയപ്പെടുന്നത്. ബ്രോക്മ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് ഗർഭം ധരിച്ച് ശുദ്ധമായ ആര്യൻ കുഞ്ഞിന് ജന്മം നൽകാൻ ലക്ഷ്യമിട്ട് ജർമ്മനി, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില വിദേശ വനിതകൾ ഈ ഗ്രാമങ്ങളിൽ എത്തുന്നു എന്ന് വ്യാപകമായ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിനായി ബ്രോക്മ പുരുഷന്മാർക്ക് പണം നൽകുന്ന ഒരു വാണിജ്യപരമായ ഏർപ്പാടായി ഇത് മാറിയെന്നും ഇതൊരു ചെറിയ പ്രഗ്നൻസി ടൂറിസം വ്യവസായമായി വളർന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയോ വിശ്വസനീയമായ തെളിവുകളോ ഇല്ല എന്നതാണ് വസ്തുത. ബ്രോക്പന്മാർക്ക് ശുദ്ധ ആര്യന്മാരാണ് എന്ന വാദം ചരിത്രകാരന്മാരും ജനിതക ശാസ്ത്രജ്ഞരും തള്ളിക്കളഞ്ഞതാണ്. ഈ സമുദായത്തിന്റെ പ്രത്യേകതകൾ അവരുടെ ഒറ്റപ്പെട്ട ജീവിതശൈലിയുടെ ഫലമായി വന്നതാകാനാണ് സാധ്യത. ലഡാക്കിലെ പ്രഗ്നൻസി ടൂറിസം എന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും അതല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമായി പ്രാദേശികമായി കെട്ടിച്ചമച്ചതോ പെരുപ്പിച്ചു കാണിച്ചതോ ആയ ഒരു കഥ മാത്രമാണെന്ന് മിക്ക മാധ്യമപ്രവർത്തകരും ഗവേഷകരും അഭിപ്രായപ്പെടുന്നു. ഗ്രാമവാസികളിൽ പലരും ഈ കഥകളെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.